വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ, ബേബി യെല്ലോ കളർ എന്നൊക്കെ പറയാം. അത് നമ്മള് ശരിക്കും പറഞ്ഞാൽ കളേഴ്സ് ചെയ്യാത്തതിൽ ഡിഫറെന്റ് ആയിട്ടുള്ള കളറാണ് ഈ ബേബി യെല്ലോ കളർ. ലൈറ്റ് പിങ്ക്, ബേബി പിങ്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു ബേബി യെല്ലോയിലേക്ക് നമ്മളിപ്പം ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തോട്ട് നെക്ക് പോർഷനിൽ ഇതുപോലെ ബോട്ട് നെക്ക് വെച്ച് വി കട്ടിങ് കൊടുത്തിട്ട് ഈ ഫ്രണ്ട് പോർഷനിൽ ഇതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്യുവർ ഓർഗൻസ ഫാബ്രിക്കിലോട്ട് വർക്ക് ചെയ്തെടുത്തേക്കുന്ന ഒരു ഫാബ്രിക് ആണ് നമ്മൾ അതിന്റെ മിഡിൽ പോർഷനിലോട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ട് യോക്ക് പോർഷനിലും ഇതേപോലെ തന്നെ ആ ഒരു ഹെവി വർക്ക് ഉള്ള ഒരു ഫാബ്രിക് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ സ്കാലപ്പിന്റെ എൻഡ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോ നല്ലൊരു കളർ. ഇപ്പം മഞ്ഞ എന്ന് പറയുമ്പോൾ ഒരുമാതിരി തെളിഞ്ഞ മഞ്ഞ, അങ്ങനത്തെ നമ്മൾ ഒരിക്കലും അങ്ങനത്തെ ഒരുമാതിരി കളേഴ്സ് നമ്മൾ ഒരിക്കലും ആഡ് ചെയ്യാറില്ല. എപ്പോഴും കളർ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഇത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ ആണ്, എല്ലാവർക്കും നല്ല സ്യൂട്ട് ആവുന്ന ഒരു കളറ്. ഞാനിപ്പോ അതിന്റെ ഇത് കാണിച്ചു തരാം, ക്ലോസ് ആയിട്ടുള്ള ഒരു പിക്ക്. ഇതാണ് അതിന്റെ നെക്ക് വരുന്നത്. ആ നെക്കിലോട്ടുള്ള വർക്ക് കണ്ടോ, അത് തന്നെ ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് വർക്കാണ്. ഫുള്ളി ഒരു എന്താ പറയാ, ഫ്ലവർ ഒരു ആപ്ലിക്ക് ചെയ്തിട്ട് അതിനകത്തോട്ട് ഫുൾ സീക്വൻസ് വർക്കാണ്. ആ ഫുൾ ഹെവി ആയിട്ട് അതിനകത്ത് തിക്ക് വർക്കാണ് കൊടുത്തേക്കുന്നത്. കണ്ടോ, ഒന്നും കൂടെ കാണിച്ചു തരാം. തിക്ക് വർക്കാണ്, ചെറിയ സീക്വൻസ്, ഈ വാട്ടർ സീക്വൻസ് ഒക്കെ വെച്ചിട്ട് ത്രെഡ് കൊണ്ടുള്ള ഒരു എംബ്രോയിഡറി വെച്ച് ഫ്ലവർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല പിന്നെ ഇതുപോലെ അതിന്റെ താഴോട്ടുള്ള വർക്ക് കണ്ടോ, ഇതും ഭയങ്കര ഭംഗിയായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. എൻ പോർഷനിലും ആ ഒരു ഓർഗൻസ ഫാബ്രിക് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇതുപോലെ ഓൾ ഓവർ ആ ഫ്രണ്ട് പോർഷനിൽ ഇതേപോലെ ആ വർക്ക് താഴോട്ട് വരയ്ക്കും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഭംഗി എന്ന് പറഞ്ഞാൽ ആ ഒരു കളറിന് അത്രയും ഭംഗിയാണ് കേട്ടോ. പിന്നെ ഞാൻ അതിനകത്ത് ഇപ്പൊ നമുക്ക് ഈ ഒരു കളർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബോട്ടം ദുപ്പട്ട ഒക്കെ പെയർ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ ഒരു സ്റ്റൈലായിട്ട് പലാസോ ബോട്ടം ആണ് പെയർ ചെയ്ത് നിൽക്കുന്നത്. കുറച്ച് എപ്പോഴും ഞാൻ കാണാത്ത രീതിയിലാണ് ബോട്ടം വെയർ ചെയ്യാറ്. ഇതിപ്പോ ഞാൻ ഇതിനകത്ത് ഒരു പലാസോ ബോട്ടം ക്രേപ്പ് കൊണ്ടുള്ള ഫാബ്രിക് കൊണ്ട് തന്നെ നമ്മളൊരു ബോട്ട് പോലെ ടോപ്പും ബോട്ടവും മാത്രം മതിയെങ്കിൽ അങ്ങനെയും പെയർ ചെയ്യാം. ടോപ്പ് പ്ലസ് ബോട്ടം, അതല്ല ബോട്ടം വേണ്ട ടോപ്പ് മാത്രമാണെങ്കിലും അങ്ങനെയും ചൂസ് ചെയ്യാവുന്നതാണ്. 3 പീസ് ഫുൾ പീസ് അങ്ങനത്തെ ഒരു ലുക്കാണ് വരുന്നത്. ദുപ്പട്ട വന്നിട്ട് സെയിം ഈ ഒരു ടോപ്പിന്റെ ഫാബ്രിക് കൊണ്ട് നമ്മൾ ജോർജറ്റ് ദുപ്പട്ടയും പെയർ ചെയ്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫംഗ്ഷൻ വെയർ ഒക്കെ ആക്കണമെങ്കിൽ ചെറിയൊരു ലേസ് ഒക്കെ 4 സൈഡൊക്കെ ആഡ് ചെയ്താൽ അതും ഭംഗിയാണ്. അങ്ങനെയും വേണമെങ്കിൽ കസ്റ്റമൈസേഷൻ ചെയ്യണം, പക്ഷെ അത്രയും ടൈം വേണം കേട്ടോ. പിന്നെ അപ്പൊ ഇതേപോലെ 49 ലെങ്ത് ഉണ്ട്. ബോട്ടം ഇതേപോലെ കുറച്ച് നല്ല ഇറങ്ങി നിൽക്കുന്ന ഒരു ടൈപ്പ് ബോട്ടം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ഒന്നും കൂടെ ഞാൻ ഇതിന്റെ വർക്ക് കാണിച്ചത് ഭയങ്കര ഭംഗിയാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോ പറയുന്നത്. ഇതിന്റെ എന്താ പറയാ, ബാക്ക് സൈഡ് ഇതിന്റെ പ്ലെയിൻ ഈ ഒരു യെല്ലോ ഫാബ്രിക് തന്നെ കൊടുത്തേക്കുന്ന ലൈൻ പാറ്റേൺ ആണ്. അപ്പോൾ ഒന്നും കൂടെ കാണിച്ചു തരാം. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. ഇത് കണ്ടോ, ആ മിഡിൽ പോർഷനിലെ വർക്കാണ് അതിന് ഏറ്റവും ഭംഗി. അപ്പം ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. നമ്മൾ ബുക്ക് ചെയ്തിട്ട് ഒരു 10 to 15 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.